നമസ്കാരം. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സെഗ്മെന്റ് ആണ് വാട്സപ്പിന്റെ അപ്ഡേറ്റുകളെ കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിന്റെ 10 പുതിയ അപ്ഡേറ്റുകളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഒരു വാട്സപ്പ് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ലാസ്റ്റിൽ പറയാൻ പോകുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. ഒരുപക്ഷേ ഈ അപ്ഡേറ്റ്സ് വന്നതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടേ ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് പോകാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ 2 പുതിയ ഓപ്ഷൻസ് ആഡ് ആയിട്ടുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. അതിനുശേഷം താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. ഇതിൽ ഓപ്പൺ ഇൻസ്റ്റാഗ്രാം, ഓപ്പൺ ഫേസ്ബുക്ക് അങ്ങനെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. അതായത് വാട്സപ്പിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഇനി ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതും സെറ്റിംഗ്സിൽ തന്നെയാണ്. സെറ്റിംഗ്സിൽ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ആപ്പ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. വാട്സപ്പ് അപ്ഡേറ്റ് അവൈലബിൾ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്തിടുക. ഞാനിവിടെ ഓൾറെഡി ഓട്ടോ അപ്ഡേറ്റ് എനേബിൾ ചെയ്തിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ വാട്സപ്പ് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. അതിന് കാരണം ഇത് ബീറ്റാ വേർഷനിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ബഗ്ഗുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ആയിക്കോളും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും PDF ഫയലുകൾ എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഗൂഗിളിൽ ഒരുപാട് വെബ്സൈറ്റുകൾ കയറി ഇറങ്ങി നോക്കിയിട്ടുണ്ടായിരിക്കും എങ്ങനെയെങ്കിലും ഈ PDF ഫയൽ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ. പക്ഷേ നിങ്ങൾ ഒരു 99% പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ PDF ഫയൽ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകത്തില്ല. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇനി നിങ്ങൾക്ക് ഒരു PDF ഫയൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് PDF-ഉമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പേര് SwipDo എന്നാണ്. അതായത് പുതുതായിട്ട് PDF ഫയൽ ക്രിയേറ്റ് ചെയ്യാം, PDF എഡിറ്റ് ചെയ്യാം, PDF കൺവേർട്ട് ചെയ്യാം. അതായത് PDF-ൽ നിന്നും വേർഡിലേക്കോ അങ്ങനെയുള്ള ഏത് ഫോർമാറ്റിലേക്കും കൺവേർട്ട് ചെയ്യാം, ഫയൽ സൈസ് കംപ്രസ് ചെയ്യാം, മെർജ് ചെയ്യാം, സൈൻ ചെയ്യാം. ഇത് മാത്രമല്ല ബേസ്ഡ് ആയിട്ടുള്ള കുറെ അധികം ഫീച്ചേഴ്സ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു വലിയ PDF ഫയൽ ആണെന്നുണ്ടെങ്കിൽ അത് സമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ കുറേ അധികം സമയം എടുത്ത് ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്ലിക്കിൽ സഹായത്തോടെ നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ PDF ഫയലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരൊറ്റ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ സോഫ്റ്റ്വെയർ മാത്രമല്ല അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ്രോയിഡിനും ഐഫോണിനും വേണ്ടി ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻസിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കുറച്ച് ദിവസം നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ പെയ്ഡ് വേർഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വലിയ പൈസയൊന്നും ആകത്തില്ല. ചെറിയ എമൗണ്ടിൽ മന്ത്ലിയോ ഇയർലിയോ ഒക്കെ തന്നെ ഇത് നമുക്ക് പർച്ചേസ് ചെയ്തിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ PDF ഫയലുകൾ ഒരുപാട് കൈകാര്യം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ കാര്യം മറക്കണ്ട. അടുത്ത അപ്ഡേറ്റ് വളരെ ഇൻട്രസ്റ്റിംഗും യൂസ്ഫുള്ളുമാണ്. നിങ്ങൾ വാട്സപ്പിൽ ഇപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന്. പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു. ഏറ്റവും താഴെയായിട്ട് പ്രൈവസി ചെക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ടിന്റെ പ്രൈവസി ചെക്കപ്പ് ഇവിടെ ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. കൺട്രോൾ യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ, ചൂസ് ഹൂ ക്യാൻ കോൺടാക്ട് യു, ഇവിടെ ആഡ് മോർ പ്രൈവസി ടു യുവർ ചാറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് മെസ്സേജ് ടൈമർ, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനേബിൾ ആണോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചറിന്റെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് പ്രൈവസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം പല ഓപ്ഷൻസിലേക്കൊന്നും പോകാതെ ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ഒന്ന് നോക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നാലാമത്തെ അപ്ഡേറ്റ്, വാട്സപ്പിലൂടെ നമ്മൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുമ്പോൾ അവിടെ പുതിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാമേ. ഇവിടെ നമ്മൾ അറ്റാച്ച്മെന്റ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഗാലറി സെലക്ട് ചെയ്യുന്നു. ഗാലറി സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം നിങ്ങൾ ഇവിടെ നോക്കി ഇവിടെ റീസെന്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഡ്രോപ്പ് ഡൗൺ ആരോ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഫോൾഡറുകൾ, ആൽബംസ് മൊത്തം തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ക്യാമറ ഉണ്ട്, വീഡിയോസ് ഉണ്ട്, സ്ക്രീൻഷോട്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് തപ്പി നടക്കേണ്ട കാര്യമില്ല. ഓൾ ഫോട്ടോസിൽ, അതായത് ഇതേപോലെ ഓൾ ഫോട്ടോസിൽ പോയിട്ട് തപ്പി നടക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏതാണോ എവിടെയാണോ നമ്മുടെ ഫോട്ടോ സേവ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ആ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കിയിട്ട് അവിടുന്ന് വളരെ ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇനി മുതൽ ഫോട്ടോ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത അപ്ഡേറ്റ്, വാട്സപ്പ് സ്റ്റാറ്റസിൽ ചില ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഒരാളുടെ സ്റ്റാറ്റസ് ഓപ്പൺ ആക്കി വിചാരിക്കുക. അതിനുശേഷം 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മ്യൂട്ട്, മെസ്സേജ്, വോയിസ് കോള്, വീഡിയോ കോള് അങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരാളുടെ സ്റ്റാറ്റസിൽ പോയിട്ട് നോക്കിയതിന് ശേഷം അവർക്ക് വോയിസ് കോളോ മെസ്സേജോ ഒന്നും അയക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാമല്ലോ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം തന്നെ വാട്സപ്പ് എടുത്ത് മാറ്റിയിട്ട് അവിടെ അത്യാവശ്യമുള്ള 1-2 ഓപ്ഷൻസ് മാത്രമായിട്ട് ഇപ്പൊ ചുരുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പൊ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. ആറാമത്തെ അപ്ഡേറ്റും വാട്സപ്പ് സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് വാട്സപ്പ് സ്റ്റാറ്റസിൽ നമുക്ക് മാക്സിമം 30 സെക്കൻഡ് വരെയുള്ള വീഡിയോസ് ആയിരുന്നു അയക്കാൻ പറ്റുന്നത്. എന്നാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് വാട്സപ്പ് അതിൽ മാറ്റം വരുത്തി 1 മിനിറ്റ് വരെയുള്ള വീഡിയോസ് ഇനി നമുക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അത് റീഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇപ്പോൾ ഇല്ല, അവൈലബിൾ അല്ല. പക്ഷെങ്കിൽ പുതിയ അപ്ഡേറ്റിൽ വാട്സപ്പ് സ്റ്റാറ്റസ് നമുക്ക് റീഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാറ്റസിന്റെ തൊട്ട് താഴെയായിട്ട് റീഷെയറിന്റെ ഓപ്ഷൻ കാണും. ജസ്റ്റ് അതിൽ
അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വാട്സപ്പ് റീഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഏഴാമത്തെ അപ്ഡേറ്റ്, വാട്സപ്പിൽ ഇമോജീസ് അയക്കുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ച് കാണും, ചില ഇമോജീസിൽ ആനിമേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇമോജീസിലും ഈ ആനിമേഷൻ വന്നിട്ടില്ല. ചില ഇമോജീസ് അയക്കുന്നുണ്ട്, ലവ് ഇമോജി, അതേപോലെ തന്നെ കിസ് ചെയ്യുന്ന ഇമോജി, ഇങ്ങനെയൊക്കെയുള്ളിടത്ത് ആനിമേഷൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പലർക്കും ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ചുകൊള്ളുക. എല്ലാ ഇമോജീസിലും ഈ ആനിമേഷൻ ഇല്ല, ചിലതിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം വീഡിയോയുടെ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. എട്ടാമത്തെ അപ്ഡേറ്റ്, വാട്സപ്പിൽ ഓൾറെഡി AI ബേസ്ഡ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന്റെ കൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ, ഒരു ഓപ്ഷൻ ഇപ്പോൾ വാട്സപ്പ് AI ബേസ്ഡ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു അറ്റാച്ച്മെന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇമാജിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇമാജിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇമേജസ് പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു ചെറിയ പ്രോംപ്റ്റ് എഴുതുകയാണ്. എ ഗേൾ വാക്കിംഗ് ഓൺ സ്ട്രീറ്റ് എന്ന് എഴുതിയ നമുക്ക് എന്താണ് വരുന്നത് നോക്കി. പല ഇമേജസ് ഇവിടെ മാറി മാറി വരുന്നുണ്ട്. ഇതിൽ ചില ഇമേജസ് ഇൻകംപ്ലീറ്റ് ആണ്. നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ആനിമേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ കിട്ടും. ജസ്റ്റ് ഈ ആനിമേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇമേജിനെ നമുക്ക് ആനിമേറ്റ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ചാറ്റിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഇമേജ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അത് വെച്ചിട്ട് നമുക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വെച്ച് തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആനിമേറ്റ് ചെയ്തുകൊണ്ട് ഇതേപോലെ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ഫീച്ചറാണ്. പക്ഷേ ഇത് എത്ര പേര് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. നിങ്ങൾ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഒമ്പതാമത്തെ അപ്ഡേറ്റ്, നമുക്ക് വാട്സപ്പിൽ ഒരാളുമായിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കേണ്ട ആളുടെ നമ്പർ നമ്മുടെ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ അവർക്ക് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. അവർ പിന്നീട് നമ്മളെ ചിലപ്പോൾ കോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ നമ്പർ മറ്റാർക്കെങ്കിലും കൊടുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നമ്പർ കൊടുത്തുകൊണ്ടുള്ള മെസ്സേജിങ് പരിപാടി കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അതേപോലെ പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്പർ കൊടുക്കുകയും ചെയ്യും. അപ്പം ഇവിടെ വാട്സപ്പ് പുതിയൊരു മാറ്റം കൊണ്ടിരിക്കുകയാണ്. യൂസർ നെയിമിലേക്ക് വാട്സപ്പുകൾ അക്കൗണ്ടുകൾ മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഇനി ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് ആ യൂസർ നെയിം നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിലൂടെ നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. ഇതാണ് അപ്ഡേറ്റ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ വാട്സപ്പിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് ഇത് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ വാട്സപ്പ് മറ്റൊരു അപ്ഡേറ്റിലൂടെ കൊണ്ടുവരുന്നുണ്ട്. യൂസർ നെയിം കൊണ്ടുവരുന്നു. അതിനോടൊപ്പം തന്നെ യൂസർ നെയിം പിൻ എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചറൂടെ ആഡ് ചെയ്യുകയാണ്. അതായത് നമുക്കിപ്പം യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ യൂസർ നെയിം സെർച്ച് ചെയ്ത് നമുക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് അവിടെ പ്രൈവസി കൂടുതൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ യൂസർ നെയിം ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ മെസ്സേജ് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ 1-2 പേർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരാൾക്ക് ഷെയർ ചെയ്യുന്ന യൂസർ നെയിം വേറൊരാളുടെ കയ്യിലേക്ക് പോകരുത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ആ ഒരു യൂസർ നെയിം ഷെയർ ചെയ്യുന്നതിന് മുമ്പ് യൂസർ നെയിം പിൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു പിൻ വെച്ച് ആ യൂസർ നെയിമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ആ യൂസർ നെയിമും പിന്നും അവർക്ക് കൈമാറുക. അവർ ആ പിൻ അടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. വളരെ പ്രൈവസിയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. ഈ ഒരു അപ്ഡേറ്റും അധികം താമസിക്കാതെ വാട്സപ്പിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ അപ്ഡേറ്റ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് പരിചയപ്പെട്ട സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷന്റെ സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ മറക്കാതെ കമന്റ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ വാട്സ്ആപ്പ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.